നല്ല പഴുത്ത ഏത്തയ്ക്ക കൊള്ളത്തില്ലെന്നും കളയരുത്. കളയരുത്. നമുക്കത് വെച്ച് അത് നല്ല വെച്ചൊക്കെ നമുക്ക് സൂപ്പർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഒരു സ്നാക്സ് ഉണ്ടാക്കാം. കടായി ഒരു വെച്ചിട്ട് പാത്രം കുറച്ച് വെച്ച് നെയ്യിട്ടു. ആദ്യം കുറച്ച് നമുക്ക് നെയ്യിട്ട് നമുക്ക് ഈ ഏത്തയ്ക്ക ആ നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് ഇപ്പോൾ ഏത്തയ്ക്കായി വേണേലും അരിയാം. ഇപ്പം ഞങ്ങൾ ചിപ്സ് പോലെ അരിഞ്ഞ് ഇതുപോലെ അരിയണമെന്നില്ല. ചതുരമായിട്ടോ സ്ക്വയറായിട്ട് അരിയാം, ചതുരമായിട്ട് അരിയാം, എന്തൊരു ചെറിയ കഷ്ണം അരിഞ്ഞാൽ ചിപ്സ് പോലെ അരിഞ്ഞ് എങ്ങനെങ്കിലുമൊക്കെ അരിയാം. നെയ്ക്കകത്തിട്ട് അത് വെന്ത് പറഞ്ഞാൽ അത്ര നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഇതൊരു 4 ഏലക്ക ഇച്ചിരി പഞ്ചസാര ജസ്റ്റ് പൊടിയാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര പൊടിച്ചോണ്ട് വരാം. അതിനകത്ത് കുറച്ച് നട്ട്സ് ഓപ്ഷനില്ല. നമുക്ക് ഇച്ചിരി കാഷ്യൂ ബദാം കൂട്ടം ഒന്ന് പൗഡർ പോലെ അടിച്ചുകൊണ്ട് വരാം. ഒത്തിരി അങ്ങ് അടിക്കണ്ട, പൊടിയണ്ട, പൗഡർ ആകണ്ട. ഏത്തയ്ക്ക അത് വിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഏത്തയ്ക്ക അപ്പോഴത്തേന് വീഴും. അതിലിട്ടൊന്ന് മാഷ് ചെയ്യും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെന്ത് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എളുപ്പം വെന്തത് അല്ലെങ്കിലും കുഴപ്പമില്ല. നെയ്ക്കകത്തൊന്ന് വീഴുമ്പോൾ അത് നല്ല എല്ലാം വരുമ്പോൾ ഒരുമാതിരി ഒന്ന് പൊടിഞ്ഞ് വരുമ്പോൾ നമുക്ക് ശർക്കര ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അധികം നേരത്തെ പാനിക്കൈക്ക് തിളപ്പിച്ച് ശർക്കര ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഏത്തയ്ക്കയ്ക്ക് മധുരം ഒത്തിരി മധുരം വേണ്ട. നമ്മുടെ മധുരം ആവശ്യത്തിന് ഈ ശർക്കരയും എല്ലാ ശർക്കരയും കുറച്ചിട്ടിട്ട് ഇനി ഒരു 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ തന്നെ നല്ല മോയ്സ്ചർ വേണം. അതെ പിടിക്കണം. അത് കഴിഞ്ഞ് 3-4 മിനിറ്റ് ഈ പൊടിച്ചില്ലേ അത് അതിനകത്ത് കുറച്ച് തേങ്ങ നമ്മുടെ ഇഷ്ടമാണ്. ഒരു പിഞ്ചുപ്പ് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന്. അത് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്ത് ഇറക്കിയിട്ട് കുറച്ച് ഗോതമ്പൊടിയോ അരിപ്പൊടിയോ മൈദയോ റവയോ എന്താ വേണേലും ഗോതമ്പൊടിയോ അരിപ്പൊടിയോ റവ 2 വേണേലും മൈദയോ ഞാൻ ഗോതമ്പൊടി ഇട്ട് ഇളക്കി കയ്യിൽ ശകലം നെയ്ത് ഊട്ടുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് കോഴിക്കട്ട പോലെ ഉരുട്ടിയെടുക്കാം. അതെല്ലാം ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞിട്ട് പാത്രം വെച്ചു, വെള്ളം തിളയുമ്പോൾ സ്റ്റീമർ വെച്ച് ആ വെള്ളം ഒന്ന് ചൂടായി സ്റ്റീം വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് വെച്ചു. ഒരു 15 മിനിറ്റ് വേണ്ട, ഒരു 12 മിനിറ്റ് മൂടി വെച്ചു. മീഡിയം തീയിൽ വെച്ചു. ഒരു 12 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തു. ഇത് തുറന്ന് നോക്കി നല്ലതായിട്ട് വരും. നല്ല സ്മെല്ലായി, ഏലക്കായുടെയൊക്കെ നല്ല മണമാണ്. വെന്തു നമ്മുടെ സ്നാക്സ് റെഡിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ സ്നാക്സായിട്ടോ ചായക്കോ എപ്പോൾ വേണേലും കഴിക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാം. താങ്ക് യു.